ഹലോ മക്കളെ, വെൽക്കം ടു അൺഅക്കാഡമി. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നീറ്റ് എക്സാമിനേഷൻ ഇതാ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പം എല്ലാ കുട്ടികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മളുടെ ആൻസർ കീ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സുവോളജിയുടെ ആൻസർ കീ ആയിരിക്കും. നമ്മൾ ഓരോ ക്വസ്റ്റനും എന്ത് ചെയ്യാണ്, ഒന്ന് അനലൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുന്ന ബുക്ക്ലെറ്റ് കോഡ് എന്ന് പറയുന്നത് 70 ആണ് കേട്ടോ. 70 ആണ് നമ്മളുടെ ബുക്ക്ലെറ്റ് കോഡ് നമ്പർ വരുന്നത്. സോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സും ആൻസേഴ്സും എല്ലാം പറയുന്നുണ്ടാകുക കേട്ടോ. അതൊന്നും ഞാൻ ആദ്യമേ പറയാണ്, പിന്നീട് ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഇങ്ങനെയല്ലല്ലോ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ആർക്കും വരണ്ട. 70 ആണ് ഞാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണത്? The class name Reptilia refers to creeping അല്ലെങ്കിൽ crawling mode of locomotion. ശരിയല്ലേ സ്റ്റേറ്റ്മെന്റ്? ആയത് ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. All organisms belonging to Reptilia have 3-chambered heart എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ മക്കളെ? ഓൾ ഓർഗാനിസം എന്ന് പറയുന്നത് തെറ്റല്ലേ? ഫോർ എക്സാമ്പിൾ ക്രോക്കഡൈലിന്റെ കേസിൽ നമ്മൾ 4-chambered ഹാർട്ട് പറയുന്നുണ്ട്. സോ ദർ ആർ എക്സെപ്ഷൻസ് അല്ലെ. ഞാൻ നിങ്ങൾക്ക് മുൻപും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾ എന്ന് പറഞ്ഞാൽ ഓൾ, ഓൺലി, ഓൾവേസ് ഇങ്ങനെയൊക്കെ വരുന്നത് മിക്കവാറും എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാകാനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ് ആണ് നമ്മുടെ ആൻസർ കീ വരുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സുവോളജിയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 104. അതായത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് നമ്പർ 70 104. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ബോൺസ് ഇൻ ദ ലോവർ ലിംബ് ഓഫ് ഹ്യൂമൻസ്? ലോവർ ലിംബിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം നമ്മുടെ തൈ ബോൺ എന്ന് പറയുന്നത് എന്താണ്? ഫീമർ ആണ്. ഫീമർ ആദ്യം വരണം. പിന്നീട് നമ്മളുടെ നീ ആണ് അല്ലെ. നീയിലുള്ള ബോൺ ഏതാണ്? പെറ്റല്ല. ഫീമർ കഴിഞ്ഞ് പെറ്റല്ല വരണം, പിന്നെയാണ് ടിബിയ അല്ലെ. ടിബിയ ആൻഡ് ഏറ്റവും അവസാനം ടാസൽസ്. സോ യെസ്, അപ്പം എന്താണ്? ഓപ്ഷൻ 4 ആണ് ഉത്തരം വരുന്നത് കേട്ടോ. ഫീമർ, പെറ്റല്ല, ടിബിയ, ടാസൽ ആണ് നമ്മളുടെ ഓർഡർ വരുന്നത്. സോ അടുത്തത് ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇപ്രാവശ്യം ലിവിംഗ് വേൾഡ് എന്ന് എനിക്കൊന്ന് 3 ക്വസ്റ്റ്യൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതായത് സാധാരണ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ചാപ്റ്റർ ആയിരുന്നു ലിവിംഗ് വേൾഡ്. അവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ യെസ്, ജീനസ് റെപ്രസെന്റ്സ്, ജീനസ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിന്റെ ഗ്രൂപ്പ് അല്ലേ. അതായത് സ്പീഷീസിന്റെ ഒരു കൂട്ടത്തിനെയല്ലേ നമ്മൾ ജീനസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആ ഒരു ഓർഡർ വന്നിരിക്കുന്നത് അല്ലെ. സോ യെസ്, എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ് ഉത്തരം വരിക കേട്ടോ. സ്പീഷീസ് 106 ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻ വാട്ടർ ഫ്രോഗ്സ് റെസ്പയർ യൂസിങ്. ഫ്രോഗ്സ് എങ്ങനെയാണ് റെസ്പയർ ചെയ്യുന്നത്? വെള്ളത്തിന്റെ അടിയിലാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും റെസ്പയർ ചെയ്യുക? ലങ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ട്രക്കി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ബക്കൽ കാവിറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. സ്കിന്നിലൂടെയാണ്, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് അവർ കാണിക്കുക കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സ്കിൻ ആണ്. അടുത്ത നോക്കാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കോഡേറ്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പം പോസ്റ്റ് ഏനൽ ടെയിൽ പ്രസന്റ് ആണ്, നോട്ടോകോഡ് പ്രസന്റ് ആണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോസൽ ആണ് അല്ലെ. ആബ്സെൻസ് ഓഫ് ഗിൽസ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ 4 ആണ് നമ്മളുടെ ആൻസർ വരിക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following statements related to pituitary gland are correct? അല്ലെ, അതല്ലേ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതെ, ഒന്ന് നോക്കുക. ഇറ്റ് ഇസ് ഡിവൈഡഡ് അനാറ്റമിക്കലി ഇൻടു എഡിനോഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോഹൈപ്പോഫൈസിസ്. NCERT സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആണ്. ഇറ്റ് സെക്രീറ്റ്സ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. യെസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് FSH സെക്രീറ്റ് ചെയ്യുന്നത്. ഏത് ഭാഗമാണ്? എഡിനോഹൈപ്പോഫൈസിസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെ. അതിൽ തന്നെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് സെക്രീറ്റ്സ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതും ശരിയാണ്. ഇന്റർമീഡിയറ്റ് പിറ്റ്യൂട്ടറി ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് സെക്രീറ്റ് പ്രൊലാക്റ്റിൻ. തെറ്റാണ്. പ്രൊലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ A, B and C എന്താണ്? കറക്റ്റ് ആണ്. റൈറ്റ്. അപ്പം ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 113 ആണ് കോഡ് നമ്പർ 70. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഇൻകറക്റ്റ്? ഫൈബ്രിനോജൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫൈബ്രിൻ. ഫൈബ്രിനിൽ നിന്നാണ് ഫൈബ്രിനോജൻ ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് ശരിയാണോ? നേരെ തിരിച്ചല്ലായിരുന്നോ വരേണ്ടത് അല്ലെ. ഫൈബ്രിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫൈബ്രിനോജൻ ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഇവിടെ തെറ്റിപ്പോയി അല്ലെ. ബ്ലഡ് കോയാഗുലേറ്റ്സ് ഇൻ റെസ്പോൺസ് ടു ആൻ ഇഞ്ചുറി. ഓക്കെ, ബ്ലഡ് കോയാഗുലേറ്റ്സ് ഇൻ റെസ്പോൺസ് ടു ആൻ ഇഞ്ചുറി ശരിയാണ്. ബ്ലഡ് ക്ലോട്ട് കൺസിസ്റ്റ് ഓഫ് ഫൈബ്രിൻസ് ശരിയാണ്. ഫൈബ്രിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫൈബ്രിനോജൻ ഇതും ശരിയാണ്. അപ്പം ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താ വരിക? ഫസ്റ്റ് ആണ് വരിക അല്ലെ.
യെസ്. അടുത്ത നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ അസെൻഡിങ് ഓർഡർ. ഈസി അല്ലേ? KPC ഓഫ് ജീനസ് ആൻഡ് സ്പീഷീസ് പറഞ്ഞ് ഓർത്തിരുന്നാൽ പോരെ. വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്യാനായിട്ടുണ്ടോ? അപ്പം എന്താണ് അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക? ഏറ്റവും ആദ്യം വരേണ്ടത് ആരാണ്? അസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് ചെറുതെന്ന് വലുതിലോട്ട് വരണം അല്ലേ? അപ്പം അസെൻഡിങ് ഓർഡർ ആവുന്ന സമയത്ത് നമ്മുടെ സ്പീഷീസ് ആണ് ആദ്യം വരേണ്ടത്. സോ ജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? രണ്ടുപേര് ജിയിൽ നിന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട്. സ്പീഷീസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജീനസ് വരണം, എ വരണം. റൈറ്റ്, എ വരണം. പിന്നീട് ആര് വരണം? പിന്നീട് ആരാണ് വരേണ്ടത്? ഫാമിലി വരണം, ഫാമിലി ഇ വരണം അല്ലെ? ഇ വരണം. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ് വരിക. കാരണം ഇവിടെ ഇതൊക്കെ തെറ്റിയില്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾക്ക് 2 എത്താം. കൺക്ലൂഡ് ചെയ്തിട്ട് ആൻസറിൽ 2 എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ നോക്കുക, അടുത്ത നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് നമ്മളുടെ ബയോമോളിക്യൂൾസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ? അപ്പോൾ സ്റ്റാർച്ചിന് എന്തുമായിട്ടാണ് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റുക? സ്റ്റാർച്ച് എന്ന് പറയുന്നത് എനർജി സ്റ്റോറേജ് ആണ്. സോ A2 വരണം. A2 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ആന്റിബോഡി എന്തായിരുന്നു? ആന്റിബോഡി എന്ന് പറയുന്നത് ഫൈറ്റ്സ് ഇൻഫെക്ഷൻ, B1. രണ്ടിലും B1 ആണ്. അടുത്ത് നോക്കാം. കോൺകനവാലിൻ എ എന്ന് പറയുന്നത് ലെക്റ്റിൻ ആണ്. സോ C4 വരുന്ന ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത് കേട്ടോ. ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. അടുത്ത സുവോളജി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ദ നമ്പർ ഓഫ് വെർട്ടിബ്രേ ഇൻ എ ഹ്യൂമൻ എത്രയാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ ചോദിച്ചിരിക്കുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 26. ഫാക്ട് ആണ് കേട്ടോ. 26 ആണ് നമ്മുടെ ആൻസർ വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റഡ് ബൈ സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SAN നോഡ് ഇൻ എ ഹെൽത്തി ഹ്യൂമൻ എത്രയാണ്? 70 to 75 അല്ലെ? ഇതൊക്കെ എത്ര തവണ നമ്മൾ പറഞ്ഞ കാര്യമാണ്, എത്ര തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 70 to 75 ബീറ്റ്സ് ആണ് അല്ലെ? ഏറ്റവും ഹയസ്റ്റ് ഇൻഹറന്റ് പൊട്ടൻഷ്യൽ ജനറേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള നോഡാണ് SAN നോഡ് എന്ന് പറയുന്നത്. സോ 123 ആൻസർ എന്താണ്? 70 to 75. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത നോക്കാം നമുക്ക്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. ഇതും അഗൈൻ ലിവിംഗ് വേൾഡ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് ലിവിംഗ് വേൾഡിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ്. ഇപ്പൊ 3 ക്വസ്റ്റൻ, മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് നമ്മളത് ചെയ്യുന്നത് അല്ലെ? 3 അല്ല 4ാമത്തെ ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ലിവിംഗ് വേൾഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒന്ന് നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 നോക്കുകയാണെങ്കിൽ ഫാമിലി, ഇതിൽ ഏതാണ് ഫാമിലി എന്ന് പറയുന്നത് എനാകാർഡേസി ആണ് അല്ലെ? എനാകാർഡേസി. സോ A3 വരണം. A3 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾക്ക് ഫസ്റ്റ് മാച്ച് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ജീനസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വരിക? ജീനസ് ഇസ് മാൻജിഫെറ. B5 വരണം. B5. അടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലാസ് അല്ലെ? ക്ലാസ് ഡൈക്കോട്ട്ലിഡനെ. സോ C2 വരണം. C2 ആൻഡ് ഫൈലം എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിൽ പറയുമ്പോൾ ഡിവിഷൻ. ആൻജിയോസ്പെർമൈ D4 ആൻഡ് ഓർഡർ സാപ്പിൻഡേൽസ്. അപ്പം ഓപ്ഷൻ 1 ആണ് ഉത്തരം വരുന്നത് കേട്ടോ. കോഡ് നമ്പർ 70 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഹ്യൂമൻ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം? അരാക്കിനോയിഡ്, ഡ്യൂറാ മാറ്റർ, പിയ മാറ്റർ. 3ഉം എന്താണ്? നമ്മളുടെ മെനിഞ്ചസിന്റെ പാർട്ടാണ്. സോ ഇതല്ല. ഇത് 3ഉം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. പെരികാർഡിയം എവിടെയായിരുന്നു? ഹാർട്ടിലല്ലേ കാണുന്നത്? ഹാർട്ടിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് അല്ലേ? റൈറ്റ്. അപ്പം എന്താണ് ഉത്തരം വരിക? 1 ആണ്. പെരികാർഡിയം ആണ് ആൻസർ വരിക. സുവോളജി ഇപ്രാവശ്യം ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ നിങ്ങളുടെ നീറ്റ് എക്സാമിന്, അതായത് നിങ്ങൾ ലാസ്റ്റ് എഴുതിയ നീറ്റ് എക്സാമിന്റെ നമ്മൾ നോക്കുകയാണ്, മെയ് 3-ാം തീയതി നീറ്റ് എക്സാമിന് സുവോളജി ടഫായിരുന്നു അല്ലേ? പക്ഷെ ഇപ്രാവശ്യം സുവോളജി ഭയങ്കര എളുപ്പമായിരുന്നു. അതിന്റെ സന്തോഷമുണ്ട് സത്യം പറയുകയാണെങ്കിൽ. നമുക്ക് അറേഞ്ച് ദ ഫോളോയിങ് എലമെന്റ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ കോൺട്രിബ്യൂഷൻ ടു പെർസെന്റേജ് വെയിറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. എന്താണ് ഓർഡർ വരുന്നത്? ഏറ്റവും കൂടുതൽ കാണുന്നത് ഓക്സിജൻ ആണ്. രണ്ടാമത് കാണുന്നത് കാർബൺ ആണ്, ഹൈഡ്രജൻ ആണ്, നൈട്രജൻ അല്ലെ? എത്രയാണ് ഓക്സിജൻ? 65% അടുത്ത് എന്താണ്? ഓക്സിജൻ ആണ്. റൈറ്റ്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ആൻസർ ABCD തന്നെയാണ് വരേണ്ടത്. ABCD ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 2. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം നമുക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ് ഇൻസുലിൻ. ശരിയല്ലേ? ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ആൽഫ സെൽസ് സെക്രീറ്റ് ഗ്ലൂക്കഗോൺ. ഇതും ശരിയാണ്. ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ് ഇൻസുലിൻ. തെറ്റിപ്പോയില്ലേ? ഇവിടെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇത് തെറ്റി. ഓക്കെ, അപ്പം ഇൻകറക്റ്റ് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഗ്ലൂക്കഗോൺ സ്റ്റിമുലേറ്റ്സ് ഗ്ലൈക്കോജനോലൈസിസ്. അതായത് ഗ്ലൈക്കോജനിന്റെ ലൈസിസ് നടക്കുന്നത് ഗ്ലൂക്കഗോൺ കാരണമാണ്. അത് ശരിയാണ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ 3 ആണ് കേട്ടോ വരിക. അടുത്തത് നോക്കാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. When any plane passing through the central axis of the body divides the organism into 2 identical halves. Okay, അതായത് when any plane, ഏത് പ്ലെയിനിലൂടെ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിലും, okay, the central axis of the body divides the organism into 2 identical halves.
എങ്ങനെ കട്ട് ചെയ്താലും രണ്ട് കറക്റ്റ് ഈക്വൽ ഐഡന്റിക്കൽ ഹാഫ്സിനെ കിട്ടും. ഈ സിമെട്രീനെ വിളിക്കുന്നതാണ് റേഡിയൽ സിമെട്രി. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ അല്ലെ? എങ്ങനെ കട്ട് ചെയ്താലും ബോഡിയുടെ സെന്ററിലൂടെ ഏത് പ്ലെയിനിലൂടെ നിങ്ങൾ കട്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാർട്ടുകളാണെങ്കിൽ ആ സിമെട്രി ഏതാണ്? റേഡിയൽ സിമെട്രി. ഇൻ ഫൈലം എക്കൈനോഡെർമേറ്റ ബോത്ത് adults and larvae are റേഡിയലി സിമെട്രിക്കൽ. അത് തെറ്റാണല്ലേ? അഡൾട്ട് ബൈലാറ്ററലി സിമെട്രിക്കലും ലാവേ റേഡിയലി സിമെട്രിക്കലും ആണ്. അപ്പൊ അത് തെറ്റിപ്പോയി. നമ്മളുടെ ഉത്തരം വരിക, അവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമ്മളുടെ ഉത്തരം വരിക എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 is കറക്റ്റ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 is കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 is ഇൻകറക്റ്റ് ആണ് വരേണ്ടത് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 is കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 is ഇൻകറക്റ്റ്. എനി പ്ലെയിൻ എന്നാ പറഞ്ഞത്, നോട്ട് ത്രൂ വൺ പ്ലെയിൻ. വൺ പ്ലെയിൻ ആയിരുന്നെങ്കിൽ അത് ബൈലാറ്ററൽ സിമെട്രി ആണ്. എനി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയൽ സിമെട്രി ആണ്. റൈറ്റ്. അപ്പം എന്താണ് ഉത്തരം വരെ? ഓപ്ഷൻ 4. അടുത്ത നോക്കുക, ഫ്രോഗിൽ എത്ര ക്രീനിയൽ നെർവ്സ് ഉണ്ട്? ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, NCERT-യിലുള്ള ഫാക്ട് ആണ്. 10 പേരാണ് ഉള്ളത്. ഹ്യൂമൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 12. ഓക്കെ, അപ്പൊ ഫ്രോഗിന്റെ കേസിൽ 10 പേരാണുള്ളത്. 10 ആണ് ആൻസർ വരിക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ദ മെത്തേഡ് ഓഫ് ഡയറക്ട്ലി ഇൻജെക്ടിങ് എ സ്പേം ഇൻ ടു ഓവം. ഇൻജെക്ട് ചെയ്യുക, മൈക്രോ ഇൻജെക്ഷൻ മെത്തേഡ് ഏതാണത്? ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതാണ് ആൻസർ വരുന്നത്. 137 4th ഓപ്ഷൻ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ ആണ് വരുന്നത്. അടുത്ത നോക്കാം, അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ പ്ലാസന്റൽ മാമൽസ് ആൻഡ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് ലീഡിംഗ് ടു സിമിലാരിറ്റി. രണ്ടുപേരും തമ്മിൽ സിമിലാരിറ്റി വരാനുള്ള റീസൺ എന്താണ്? കൺവേർജന്റ് എവല്യൂഷൻ ആണ് അല്ലെ? ഇതിന്റെ ഫാക്ട് എല്ലാം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്കൊരു നീറ്റ് ഒരു ക്രാഷ് ബാച്ച് ഉണ്ടായിരുന്നു, ഫ്രീ ക്രാഷ് ബാച്ച് അല്ലെ? ആ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൺവേർജന്റ് എവല്യൂഷൻ. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. Given below are two statements. One is labeled as assertion and the other is labeled as reason. In an experiment, Mendel observed that F1 progeny plants are all tall and none are dwarf. ശരിയല്ലേ? F1-ൽ വന്നിട്ടുള്ള എല്ലാവരും എന്താണ്? ടോൾ ആണ്. എന്തായിരുന്നു വരുന്നത്? ക്യാപിറ്റൽ T സ്മോൾ t അല്ലേ? ഇനി നോക്കുക, സ്റ്റെം ഹൈറ്റ് is a contrasting trait. അത് ശരിയാണ്. With tall being dominant and ഡ്വാർഫ് ബീങ് റിസസീവ്. ഇതും ശരിയാണ് അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ആണ് കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് F1-ൽ എല്ലാവരും എന്തായിട്ട് കിട്ടിയിട്ടുള്ളത്? ടോൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഇസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ക്ലിയർ? അടുത്ത നോക്കാം, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ ദ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലെ? എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക? ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആരാണ്? ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക അല്ലെ? ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് ഏറ്റവും ആദ്യം വരേണ്ടത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ 3 ആണ് നിങ്ങളുടെ ആൻസർ വരിക. ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് എപ്പോഴും എല്ലാ സ്ഥലത്തും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, സോ ഇൻവെർട്ടിബ്രേറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ആരാണ് വരിക? പിന്നെ വരുന്നത് പ്ലാന്റ്സ് ആയിരിക്കും. പിന്നെ വരുന്നത് ആരാണ്? ഫിഷസ് ആയിരിക്കും. പിന്നെ വരുന്നത് ബേർഡ്സ് ആയിരിക്കും. ഏറ്റവും അവസാനമാണ് 427 അല്ലെ? ബേർഡ്സും മാമൽസും പറയുന്ന സമയത്ത് നമ്മൾ 427 ഈച്ച് എന്നാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. റൈറ്റ്? അപ്പം അതാണ് നമ്മുടെ ഓർഡർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കാം, സ്പോഞ്ചസ് എക്സ്ചേഞ്ച് O2 വിത്ത് CO2 ബൈ. എന്ത് വഴിയാണ്? സ്പോഞ്ചസിന് എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? ഒരു തരത്തിലുള്ള സിസ്റ്റവും അവരുടെ ബോഡിയിൽ ഇല്ല അല്ലെ? ഒരു ഓർഗൻ സിസ്റ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഡിഫ്യൂഷൻ വഴി. സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് ആൻസർ വരിക. ഈസി. റൈറ്റ്? അടുത്ത് നോക്കുക, ഫോർ എ പേഴ്സൺ. സോ സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത്. ഫോർ എ പേഴ്സൺ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് O. Okay, which of the following is not possible? Combination of parents blood group genotype ആണ്. ഇതിൽ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എനിക്കൊരു O കുട്ടി ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കണം? 2 പാരന്റിലും അറ്റ്ലീസ്റ്റ് ഒരു ജീനെങ്കിലും എന്തായിരിക്കണം? റിസസീവ് I ജീൻ ആയിരിക്കണം. 2 പാരന്റിലും അറ്റ്ലീസ്റ്റ് ഒരു ജീനെങ്കിലും എന്തായിരിക്കണം? റിസസീവ് I ജീൻ ആയിരിക്കണം. ഇവിടെ എന്താണ്? നമ്മളുടെ ആദ്യത്തെ കേസിൽ ഫാദറിന് IAIB ആണ്, രണ്ടും ഡോമിനന്റ് ആണ്. അപ്പം ഈ IAIB എങ്ങനെ പോയാലും എന്താണ്? നമ്മൾ എത്ര ക്രോസ് ചെയ്താലും നമുക്ക് ഡോമിനന്റ് ആയിട്ട് അവർ തന്നെ വരുള്ളൂ. ഒന്നെങ്കിൽ A ഗ്രൂപ്പ് ആവും, അല്ലെങ്കിൽ B ഗ്രൂപ്പ് ആവും, അല്ലെങ്കിൽ എന്താണ്? യെസ്, ഒന്നെങ്കിൽ A ഗ്രൂപ്പ് ആകും, അല്ലെങ്കിൽ B ഗ്രൂപ്പ് ആകും, അല്ലെങ്കിൽ AB ആകും. B അല്ല AB ആകും അല്ലെ? B ഉണ്ടാവും, AB ഉണ്ടാവും. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് O മാത്രം അവിടെ കിട്ടില്ല. സോ ആൻസർ എന്താണ്? O ആണ്. സോറി, ആൻസർ എന്താണ് വരിക? 1 ആണ് ആൻസർ വരിക കേട്ടോ. 142. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, മോഡേൺ ഹോമോസാപ്പിയൻസ് എറോസ് ഇൻ ഓസ്ട്രേലിയ എന്നാണ് കൊടുത്തത് അല്ലെ? എവിടെയാണ് എറോസ് ചെയ്തത്? ആഫ്രിക്കയിലാണ് എറോസ് ചെയ്തത്. എത്രയോ തവണ അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആൻഡ് മൂവ്ഡ് അക്രോസ് കോണ്ടിനെന്റ്സ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തു പോയി? തെറ്റിപ്പോയി. അടുത്ത നോക്കാം, ഹോമോസാപ്പിയൻസ് എറോസ് അറൌണ്ട് 70
25,000 to 10,000 years ago. ഇത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് വരിക? സ്റ്റേറ്റ്മെന്റ് 1 is incorrect but statement 2 is correct. അപ്പം നമ്മുടെ ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. അടുത്ത നോക്കുക, which of the following is used as an effective sedative and painkiller for treating post surgery patients? പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സെഡേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? മോർഫീൻ ആണ്. മോർഫീൻ ഡയറക്റ്റ് ആൻസർ ആണ് അല്ലെ, മോർഫീൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ കവറിംഗ് ഓഫ് ഓവം ഇൻ അറ്റ് ഓവുലേഷൻ എന്ത് വെച്ചാ കവർ ചെയ്തിരിക്കുന്നത്? എന്ത് വെച്ചാണ് കവർ ചെയ്തിരിക്കുന്നത്? സോണ പെല്യൂസിഡ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് അല്ലെ, സോണ പെല്യൂസിഡ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ? മൈക്രോബ്സ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതാണ് ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്ട്രെപ്റ്റോകൈനേസിനെയാണ് നമ്മൾ ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? ഇത് തെറ്റി അല്ലെ. എന്ത് മാത്രമേ വരുള്ളൂ? ഇൻഫണ്ടിബിളും എവിടെയാണ് ഉള്ളത്? ഫീമെയിൽസിലാണ് ഉള്ളത്. സോ ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക അല്ലെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ക്ലോട്ട് ബസ്റ്റർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ അല്ലാത്തത് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ PYQ ആണ്. മുന്നേ എത്രയോ തവണ PYQയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PYQ ഒരുപാട്, അതായത് ഒരു 15 വർഷത്തെ PYQ ചെയ്ത് പോയിട്ടുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു പേപ്പർ എന്താണ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും കേട്ടോ. കുറച്ച് PYQസും വന്നിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഓവുലേഷൻ ഇസ് കോസ്ഡ് ബൈ LH സർച്ച് ശരിയാണ്. ലീഡിംഗ് ടു റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കൽസ് അതും ശരിയാണ്. ഗ്രാഫിയൻ ഫോളിക്കൽ റിമൈനിങ് ആഫ്റ്റർ ഓവുലേഷൻ ട്രാൻസ്ഫോം ഇൻ ടു കോർപ്പസ് ലൂട്ടിയം ശരിയാണ്. ആൻഡ് സെക്രീറ്റ്സ് ലാർജ് എമൗണ്ട് ഓഫ് എന്താണ് സെക്രീറ്ററിയ? പ്രൊജസ്റ്റിറോൺ ആണ്. പ്രൊജസ്റ്റിറോൺ. തെറ്റിപ്പോയി. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റിപ്പോയി. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ് ആണ് വരേണ്ടത്. The opening between the right atrium and the right ventricle ഏത് വാൾവാണ്? ട്രൈകസ്പിഡ്. റൈറ്റ് ട്രൈ അല്ലെ, എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത നോക്കുക, which of the following is not evidence for evolution? ഓക്കെ, നോട്ട് എവിഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡൈവേർജന്റ് എവല്യൂഷൻ എവിഡൻസ് ആണ്. കൺവേർജന്റ് എവല്യൂഷൻ എവിഡൻസ് ആണ്. പാലിയന്റോളജിക്കൽ എവിഡൻസ് ആണ് അല്ലെ. ഫോസിൽ റെക്കോർഡ്സ് ഒക്കെ എന്താണ്? എവിഡൻസ് ആണ്. എംബ്രിയോളജിക്കൽ സപ്പോർട്ട് ഫോർ എവല്യൂഷൻ പ്രപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് ഹെക്കിൽ പ്രപ്പോസ് ചെയ്തത് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു അല്ലെ. അതായത് എല്ലാവരും എന്താണ്, ഫിഷ് ആകുന്നുണ്ട്, ആംഫിബിയൻ ആവുന്നുണ്ട്, റെപ്റ്റൈൽ ആകുന്നുണ്ട്, ബേർഡ് ആവുന്നുണ്ട്, ഇവഞ്ച്വലി എന്താവുന്നുള്ളൂ, മാമൽ ആകുന്നുള്ളൂ എന്നാണ് ഏണസ്റ്റ് ഹെക്കിൽ പറഞ്ഞത്. അത് നമ്മൾ പിന്നെ റിജക്ട് ചെയ്തു അല്ലെ. തിയറി അതായിരുന്നു. വോൺ ബെയർ ഈ തിയറിനെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. സോ 152(4) ആണ് ആൻസർ വരിക. 154, colostrum secreted by mother during initial days of lactation is abundant in IgA ആണ് കേട്ടോ. IgA ഇതും നമ്മുടെ ഓഫ്ലൈൻ ക്രാഷ് അറ്റൻഡ് ചെയ്തിട്ടുള്ള മക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. ഞാനിത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AC എന്ന് പറഞ്ഞു ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊളസ്ട്രം ആണെങ്കിൽ എന്താണ് വരിക? IgA ആണ് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഇസ് നോട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ്? ജെനൈറ്റൽ വാട്സ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്. സിഫിലിസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്. ട്യൂബർക്ലോസിസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് അല്ല. ഓക്കെ, ഗൊണോറിയ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്. സോ ഓപ്ഷൻ 3 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലാക് ഓപ്രോൺ ഇസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഗാലക്ടോസ് ക്യാൻ ആക്ട് ആസ് എൻ ഇൻഡ്യൂസർ ഓഫ് ലാക് ഓപ്പറോൺ അല്ലെ. അപ്പൊ ഗാലക്ടോസിന് ആക്ട് ചെയ്യാൻ പറ്റില്ല. ലാക്ടോസിനോ ലാക്ടോസിനേ പറ്റുള്ളൂ. ഓക്കെ, ജീൻ I is constitutively expressed കറക്റ്റ് ആണ്. ത്രൂ ഔട്ട് എക്സ്പ്രസ് ആകുന്നുണ്ട് ജീൻ I. അതായത് ജീൻ I എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്ററി ജീനാണ്. അതായത് റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ്. അത് റെക്കറന്റ് ആയിട്ട് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അൺലെസ് ഇറ്റ് ഇസ് സ്വിച്ച്ഡ് ഓഫ് ബൈ ആര് ലാക്ടോസ് അല്ലെ. അതുകൊണ്ട് എന്താണ്, ഇൻഡ്യൂസർ അവിടെ വരുന്നിടത്തോളം കാലം അവർ എന്ത് ചെയ്യും? വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ശരിയാണ്. ലാക്ടോസ് ആക്ടിവേറ്റ്സ് റിപ്രസർ ടു ബൈൻഡ് ടു ദി ഓപ്പറേറ്റർ. ലാക്ടോസ് നോ ബൈൻഡ് ചെയ്യില്ല, നേരെ ഓപ്പോസിറ്റ് ആണ് ഫംഗ്ഷൻ വരുന്നത് അല്ലെ. Then gene IZYA share a single common promoter. അപ്പൊ ഇതൊരു PYQയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് PYQയിൽ വന്ന സമയത്ത് ZYA കോമൺ പ്രൊമോട്ടർ ഉണ്ട്. പക്ഷെ ഐജീന് there is no common promoter. ഓക്കെ, ഐജീൻ എന്താണ്? സെപ്പറേറ്റ് പ്രൊമോട്ടർ ആണ്. എന്തായിരുന്നു നമ്മളുടെ ഫോർമുല? പിപ്പോ ZYA PI പ്രൊമോട്ടർ ഫോർ ഐജീൻ is separate.
ഓക്കെ, സോ അതുകൊണ്ട് ഫോർത്തും തെറ്റിപ്പോയി. ആൻസർ വരെ എന്താണ് ഓപ്ഷൻ 2. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 159. A population of diploid organisms is at Hardy-Weinberg equilibrium. If the frequency of allele capital A is 0.1, the frequency of AA എന്താണ് വരിക? ഇൻറ്റു ഇത്രയല്ലേ ഉള്ളൂ, 2 തവണ ചെയ്യണം എന്നല്ലേ ഉള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യണം എന്നല്ലേ ഉള്ളൂ. തന്നിട്ടുണ്ടല്ലോ, ക്യാപിറ്റൽ 2 1 എന്താണ് 0.1 ഇൻറ്റു 0.1, സിമ്പിൾ. എന്താണ് ആൻസർ വരിക? 0.01 ആണ് നമ്മുടെ ആൻസർ വരിക കേട്ടോ. യെസ്, അടുത്ത് നോക്കുക. സ്പേം മോട്ടിലിറ്റി, എങ്ങനെയാണ് സ്പേം മൂവ് ചെയ്യുന്നത്? ഫ്ലജല്ലാർ മൂവ്മെന്റ്. ഈസി, നമ്മുടെ ലോക്കോമോഷനിൽ ഏറ്റവും ആദ്യം പറയുന്ന കാര്യമാണത്, ഫ്ലജല്ലാർ മൂവ്മെന്റ്. റൈറ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Given below are 2 statements. One is labeled as assertion and the other is labeled as reason. 4 limbs of human and bat are homologous. ശരിയാണ് അല്ലെ? നമ്മളുടെ എല്ലാവരുടെയും anatomical structure എന്താണ്? Similar ആണ്. 4 limbs of humans and bats have similar anatomical structure. Correct ആണ്. So assertion correct ആണ്, reason correct ആണ്, correct explanation ആണ്. So both assertion and reason are correct and reason is the correct explanation of assertion ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരിക കേട്ടോ. മസിൽ കോൺട്രാക്ഷൻ ഇസ് ഇനീഷ്യേറ്റഡ് ബൈ എ സിഗ്നൽ സെന്റ് ബൈ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ബൈ ദ റിലീസ് ഓഫ് എന്താണ്? എസറ്റൈൽ കൊളീൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫാക്ട് ബേസ്ഡ് ആൻസർ ആണ് വരേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഇസ് നോട്ട് സെക്രീറ്റഡ് ബൈ ഹ്യൂമൻ പ്ലാസന്റ? HCG ഹ്യൂമൻ പ്ലാസന്റ. ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊജസ്ട്രോൺ, ഇതെല്ലാം പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്? HPL ആണ്. അപ്പൊ ഇത് ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ആർക്കും അറിയാം, NTA-ക്കും അറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇതേപോലെ തോന്നുന്ന ഒരു ഓപ്ഷൻ ഇപ്പുറത്തേക്ക് ഇട്ടു. അപ്പൊ നിങ്ങൾ തെറ്റിക്കുമല്ലോ, പക്ഷെ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ക്ലാസ് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചൊരു കാര്യമാണ് LH ആണ് ആൻസർ വരിക കേട്ടോ. LH പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം? 165 എന്താണ് ഉത്തരം വരുന്നത്? ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ മൊസ്കിറ്റോ ഗട്ട്. ശരിയാണ് അല്ലെ? റീപ്രൊഡ്യൂസസ് സെക്ഷലി ഇൻ ലിവർ സെൽസ്. സെക്ഷലി ആണ് നടക്കേണ്ടിയിരുന്നത്, അപ്പോൾ അത് തെറ്റിപ്പോയി. റീപ്രൊഡ്യൂസസ് വീണ്ടും നമ്മുടെ ഓപ്ഷനിൽ ശരിക്കും വന്നിരിക്കുന്നത്, ഇത് നോക്കണ്ട നിങ്ങൾ, സെക്ഷലി ഇൻ RBC ആണ്, അതും തെറ്റിപ്പോയി അല്ലേ? സെക്ഷലി ഇൻ RBC ആണ് വരേണ്ടത്. ഗാമറ്റോസൈറ്റ്സ് ഡെവലപ്പ് ഇൻ മൊസ്കിറ്റോ ഗട്ട്. നോ, ഇതും തെറ്റിപ്പോയി അല്ലേ? അപ്പം എന്താണ് ഉത്തരം വരിക? ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 167. Which of the following statement about the reabsorption process in Henle's loop are correct? എന്താണ്? The descending limb of Henle's loop is permeable to water. ശരിയാണ്. But almost impermeable to electrolytes. ഇത് ശരിയാണ് അല്ലേ? അടുത്ത നോക്കുക. Urine gets concentrated in Henle's loop. Yes, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർപ്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂറിൻ എന്ത് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേറ്റഡ് ആകുന്നുണ്ട്. റീഅബ്സോർപ്ഷൻ ഓഫ് Na+ and water takes place in Henle's loop. റീഅബ്സോർപ്ഷൻ ഓഫ് Na+ and water takes place in Henle's loop എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കറക്റ്റ് അല്ല. കാരണം എന്താണ്? Na+ന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് നമ്മുടെ എസെൻഡിങ് ലിംബിലും അതേപോലെ തന്നെ ഡിസെൻഡിങ് ലിംബിലാണ് വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പൊ രണ്ടിലും നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പൊ തെറ്റായിരിക്കുമല്ലോ, അപ്പൊ അത് തെറ്റിപ്പോയി. ഓക്കെ, ആക്റ്റീവ് ഓർ പാസീവ് ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഒക്കേഴ്സ് ഇൻ എസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. ഇതും ശരിയാണ്. റൈറ്റ്, അപ്പൊ ഇത് നമുക്ക് ഉത്തരം വരും എന്താണ്? A, B and D. യെസ്, ഓപ്ഷൻ 1 A, B, D ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത് നോക്കാം. Which of the following is the correct order of arrangement of vertebral column from head to toe? എങ്ങനെയാണ്? cervical, thoracic, lumbar, sacral and coccygeal. ഇങ്ങനെയാണ് വരേണ്ടത് അല്ലെ? അപ്പൊ സിമ്പിൾ ആണ്. അത് അതേ ഓർഡർ ചെയ്താൽ നോക്കിയാൽ മതിയല്ലോ. cervical, thoracic, lumbar, sacrum ഇതാണ് വരേണ്ടത് അല്ലെ? cervical, thoracic ഇവിടെ എന്ത് ചെയ്തു? മാറിപ്പോയി ഓർഡർ. ഇത് തുടങ്ങിയത് തെറ്റി. യെസ്, ഇവിടെ നമുക്ക് cervical കഴിഞ്ഞിട്ട് lumbar വന്നു, ഇവിടെ തെറ്റിപ്പോയി. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. ഈസി ക്വസ്റ്റ്യൻസ് ആണല്ലോ അല്ലെ? പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം സിന്തസൈസസ് പ്രിക്കേഴ്സർ mRNA? ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പഠിച്ചിട്ട് തന്നെ പോകണം. എപ്പോഴും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. RNA polymerase 2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. RNA polymerase 2. അടുത്തൊരു ക്വസ്റ്റ്യൻ. നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ലീഡ് ടു. ഏതൊക്കെ തരത്തിലുള്ള നാച്ചുറൽ സെലക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ ആൻഡ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇത് മൂന്നും അല്ലാതെ വേറെ ഏത് ഓപ്ഷനാണല്ലേ തെറ്റി? ഓക്കെ, അപ്പം എന്താണ് തെറ്റായിട്ടുള്ളത്? ജനറ്റിക് ഡ്രിഫ്റ്റ് വരില്ല. അപ്പം B ഇല്ലാത്ത ഓപ്ഷൻ നോക്കിയാൽ മതിയല്ലോ. B ഇല്ലാത്ത ഓപ്ഷൻ നോക്കുമ്പോൾ ACD. ഓക്കെ, ACD ഓൺലി. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സസ് ഗ്രോത്ത് ഹോർമോൺ കാരണം എന്താണ് വരിക? ഏത് ഡിസീസ് ആണ്? ആക്രോമെഗാലി ആണ് വരിക അല്ലെ? അപ്പം A3 വരണം. അടുത്ത് നോക്കുക. ല്യൂട്ടിനൈസിങ് ഹോർമോൺ ഓവുലേഷൻ. അപ്പൊ B4 വരണം. A3 B4.
യെസ്, A3B4 രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പൊ സി നോക്കാം നമുക്ക്. വാസോപ്രസിൻ, റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്, C1. ആൻഡ് ഓക്സിറ്റോസിൻ, കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ്. സോ ഓപ്ഷൻ 3 ആണ് ഉത്തരം വരിക കേട്ടോ. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസും? ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബോൺ മാരോ, ബി ലിംഫോസൈറ്റ്സിന്റെ മെച്ചുറേഷൻ, തൈമസ്, T ലിംഫോസൈറ്റ്സിന്റെ മെച്ചുറേഷൻ, ടോൺസിൽസ് ആൻഡ് സ്പ്ലീൻ, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ബി ആൻഡ് സി ഓൺലി ആണ് നമ്മളുടെ ആൻസർ വരിക. ഈസി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. ഡൗൺ സിൻഡ്രോം ഇസ് കോസ്ഡ് ബൈ ആബ്സെൻസ് ഓഫ് 1X ക്രോമസോം എന്നാണ്. തെറ്റിപ്പോയില്ലേ? എന്താണ് 1 അഡീഷണൽ ക്രോമസോം? ട്രൈസോമി 21 ആണ് അല്ലെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ തെറ്റിപ്പോയി. അടുത്ത് നോക്കുക. ടേണർ സിൻഡ്രോം is caused by the presence of an additional copy of chromosome. അതായത് ടേണർ സിൻഡ്രോം is caused by the presence of an additional copy of the chromosome ആണോ? ഡിലീഷൻ അല്ലേ? ഡിലീഷൻ ഓഫ് 1X അല്ലേ? ഒരു X ക്രോമസോം ഡിലീറ്റ് ആകുന്നതല്ലേ? XO കണ്ടീഷൻ അല്ലേ? അപ്പൊ ഇതും തെറ്റിപ്പോയില്ലേ? രണ്ടും തെറ്റിയില്ലേ? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. ഇത്രയാണ് നമുക്ക് സുവോളജിന്ന് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ ഗോപിനാഥൻ സാർ ബോട്ടണി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സുവോളജിയുടെ ഡിസ്കഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാറിയോ? താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സോ യെസ്, അപ്പം ദിസ് ഇസ് മീ ആരതി. ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.